അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് മഗ്ഫിറത്തിൻ്റെ 10ആണ്, പാപമോചനത്തിൻ്റെ 10. അള്ളാഹു അവൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ദാസന്മാരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മഹത്തായ ദിവസങ്ങളാണ് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ 5 ലക്ഷത്തോളം വരുന്ന പാപങ്ങൾ പൊറുക്കുന്നതിനും അതുപോലെ 1000-ഓളം വരുന്ന നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ഹാസിലാകുന്നതിന് വേണ്ടി ചൊല്ലേണ്ട മഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റുകളെ സംബന്ധിച്ച് പറയാം. ഈ ദിക്റുകൾ നല്ല നിയ്യത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ 5 ലക്ഷത്തോളം വരുന്ന നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. 1000-ഓളം വരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ച് തരുന്നതാണ്. നാം എല്ലാവരും രാവിലെ ഇടയത്താഴം കഴിക്കുന്നതിന് വേണ്ടി ഉണരുന്നവരാണ്. ആ സമയത്ത് വുളു ചെയ്ത് 2 റക്അത്ത് എങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ച ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ഈ ദിക്റുകൾ 3 ദിക്റുകൾ നല്ല നിയ്യത്തോടുകൂടി ചൊല്ലുക. ഇസ്ലാമിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതകൾ നിറഞ്ഞ സ്വർഗീയ നിധികളിൽപ്പെട്ട നിധികളാണ് ഈ ദിക്റുകൾ. ഈ ദിക്റുകൾ ചൊല്ലിയ ശേഷം ഈ പറയുന്ന ദുആ നല്ല നിയ്യത്തോടുകൂടി ചൊല്ലുക. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വർഹംനി ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വർഹംനി ഫിദ്ദുനിയ വൽ ആഖിറ എന്നുള്ള ഈ ദുആ കൂടി ചെയ്യുക. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ 5 ലക്ഷത്തോളം വരുന്ന പാപങ്ങളെ അല്ലാഹു തആല പുറത്തു തരും. 1000-ഓളം വരുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലാഹു തആല സഫലീകരിച്ചു തരുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.